ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ജനിക്കുന്നതിനും ഒരു 200 വർഷം മുൻപ് ഗ്രീസിലെ ആഥൻസിൽ വളരെ പണ്ഡിതനായൊരു തത്വജ്ഞാനി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് സോക്രട്ടീസ് ജയിലിലടയ്ക്കപ്പെട്ടു. ഒരേ ഒരു കുറ്റമേ ഉള്ളൂ, അവിടെ ആഥൻസിലുള്ള യുവാക്കന്മാരെ വഴിതെറ്റിക്കുന്നു, അവരെ ചില ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു. നല്ല ബുദ്ധികൂർമ്മതയോടെ തന്നെയാണ് പ്രവർത്തിച്ചത് സോക്രട്ടീസ്, വേറൊരു തെറ്റും ചെയ്തില്ല. യുവാക്കന്മാർക്ക് സത്യം പറഞ്ഞു കൊടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ അന്നത്തെ ഗവൺമെൻറ് സോക്രട്ടീസിനെ കാരാഗൃഹത്തിലാക്കി. സോക്രട്ടീസിന് ഒരു മനസ്സാഞ്ചല്യം ഉണ്ടായില്ല. വേണമെങ്കിൽ സോക്രട്ടീസിന് രക്ഷപ്പെടാമായിരുന്നു. ഞാൻ ഇനി അങ്ങനെയൊന്നും ആരോടും യുവാക്കന്മാരോട് സംസാരിക്കില്ല. ആഥൻസിൻ്റെ തെരുവിലെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് കൂടുന്ന ചെറുപ്പക്കാരോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലാതെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തോ അങ്ങനെയൊന്നുമല്ല. കണ്ടുമുട്ടുന്ന യുവാക്കന്മാരോട് സംസാരിക്കും. ഒരു വലിയ ഉപദേശകനായിരുന്നു, തത്വചിന്തകനായിരുന്നു, ദാർശനികൻ എന്ന് പറയും, ഫിലോസഫർ.
വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഇനി ഞാൻ യുവാക്കന്മാർ ഉപദേശിക്കാനൊന്നും പോകില്ല, ഞാൻ അടങ്ങി ഒഴുകി ഇരുന്നോളാം. പക്ഷേ അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയുകയുമില്ല. കാരണം അദ്ദേഹം ഏറ്റവും നല്ല കാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിനറിയാം. വഴിതിരിച്ച് പോകുന്ന യുവാക്കന്മാരെ നേർവഴിക്കാക്കുന്നത് അദ്ദേഹത്തിനറിയാം. തെറ്റായ പാതയിൽ കൂടി പോകുന്ന യുവജനങ്ങളെ നേർവഴിയിലേക്ക് തിരിച്ചു വിടുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് തെറ്റായൊന്നും ചെയ്തില്ലെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹം അതുകൊണ്ട് മരണത്തിൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചില്ല. കൊല്ലുവാൻ വിധിച്ചു. ആരാച്ചാർ വന്നു കൊല്ലാനുള്ള ആൾ. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു മരുന്ന് വായിലൊഴിച്ചു തരും, അത് ഹെംലോക്ക്, അത് വിഷമാണ്. ഹെംലോക്ക് വായിലൊഴിച്ചു തരും. ആ മരുന്ന് കുടിച്ച് നിങ്ങൾ നടക്കണം, ഈ മുറിക്കകത്തുകൂടി നടക്കണം. കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ തലയിലൊരു മരവിപ്പ് പോലെ തോന്നും. തൊട്ട് കഴിയുമ്പോൾ കഴുത്ത്, നെഞ്ച്, അര കാല് ഇങ്ങനെ ആ മരവിപ്പ് താഴോട്ട് ഇറങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മരിക്കും. സോക്രട്ടീസ് പുഞ്ചിരി കൊണ്ട് പറഞ്ഞു, ഞാൻ എന്തിനും തയ്യാറാണല്ലോ, ഞാൻ ഈ ശിക്ഷ ഏൽക്കാൻ ഞാൻ തയ്യാറാണ്. സോക്രട്ടീസിനെ അങ്ങനെ വിഷം കൊടുത്ത് അവർ കൊന്നു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് പിന്നെയും 200-ലേറെ വർഷം കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. യേശുക്രിസ്തുവിനെ എന്തുമാത്രം പീഡകളാണ് കർത്താവ് സഹിച്ചത്, എന്തുമാത്രം യാതനകളാണ് കർത്താവ് സഹിച്ചത്. നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്? ഗുഡ് ഫ്രൈഡേ എന്താണ് ഗുഡ് ഫ്രൈഡേ ആയത്? ഏറ്റവും ദുരിതം നിറഞ്ഞൊരു ദിവസമല്ലേ അത്? ഏറ്റവും ദുഃഖം നിറഞ്ഞ ദിവസമല്ലേ? നട്ടുച്ചയ്ക്ക് കുരുട്ടുണ്ടായ ദിവസമല്ലേ? എന്തുകൊണ്ടാണ് ഇത് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്? ഉണ്ട്, കാരണമുണ്ട്. ഗുഡ് ഫ്രൈഡേ ആണ്. ആ ഗുഡ് ഫ്രൈഡേ അന്ന് കർത്താവായ യേശു ക്രിസ്തു, നിരപരാധിയായ ക്രിസ്തു നിസ്സഹായനെ പോലെ നിലവിളിച്ചുകൊണ്ട് ക്രൂശിൽ കിടന്ന ദിവസം. സഹോദരിപ്പം വല്ലവരും ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. ആരുമെങ്കിലും ഉണ്ടോ നോക്കി. വേണമെങ്കിൽ വരാമായിരുന്നു. ആ 38 കൊല്ലം തളർവാദം ബാധിച്ച് കിടന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച അവന് വേണമെങ്കിൽ വരാമായിരുന്നു. അയ്യോ, യേശുവിനെ ഒന്നും ചെയ്യല്ലേ, ഞാൻ 38 കൊല്ലം തളർന്നു കിടന്ന ആളാണ്, എനിക്ക് സൗഖ്യം തന്നത് ഈ യേശുവാണ്, യേശു ദോഷമൊന്നും ചെയ്തില്ല കേട്ടോ, വേണമെങ്കിൽ അവന് വരാമായിരുന്നു. പക്ഷെ വന്നില്ല. 18 കൊല്ലം കൂന് ബാധിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു. കൂന് നിവർന്നു. എന്തൊരത്ഭുതം! സാത്താൻ്റെ ബാധ മൂലം രോഗം വന്നു, കൂന് വന്നു. ആ സ്ത്രീക്കും ഓടി വരാമായിരുന്നു. അയ്യോ, ഞാൻ 18 കൊല്ലം കൂനി നടന്നതായിരുന്നു, എനിക്ക് നിവരാൻ പറ്റില്ലായിരുന്നു, നിവർന്നാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ യേശു വന്ന് എന്നെ തൊട്ടു, ഞാൻ നിവർന്നു. ഈ യേശുവിനൊന്നും ചെയ്യല്ലേ കേട്ടോ, വേണമെങ്കിൽ പറയാമായിരുന്നു. 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. 12 കൊല്ലം നിരന്തരം ബ്ലീഡിങ്. എന്തു ചെയ്യും? പക്ഷേ എല്ലാ ചികിത്സയും നിഷ്ഫലമായി തീർന്നു, ഫലിച്ചില്ല. ഒട്ടേറെ പണം ചെലവ് ചെയ്തു, ഉള്ളതെല്ലാം ചിലവഴിച്ചു, ഒട്ടും ഭേദം വന്നില്ല. അവൾക്കും ഓടി വരാമായിരുന്നു. അയ്യോ കൊല്ലല്ലേ, അയ്യോ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല എന്ന് പറയാമായിരുന്നു. ഈ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടാണ് ഞാൻ സൗഖ്യം പ്രാപിച്ചത് പറയാമായിരുന്നു. വന്നില്ല. മരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയ ലാസറുണ്ടായിരുന്നു. ലാസറിനും ഒന്നും വന്നില്ലേ, വരാമായിരുന്നല്ലോ. ലാസറിനും ഏങ്ങടിച്ച് കരഞ്ഞുകൊണ്ട്, അയ്യോ ഒന്നും ചെയ്യല്ലേ, അയ്യോ ഒന്നും ചെയ്യല്ലേ, ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം യേശുവാണ്, യേശു എന്നെ പാതാളത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു, ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു, ഞാൻ ഉയർത്തെഴുന്നേറ്റു. പറയാമായിരുന്നു, പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദുഃഖ വെള്ളിയാഴ്ച ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ച തന്നെയാണ്. പക്ഷേ അത് നല്ല വെള്ളിയാഴ്ചയാണ്, നല്ല വെള്ളിയാഴ്ച. ദൈവത്തിന് സ്തോത്രം. അന്ന് യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അവർ അധിക്ഷേപിച്ചു, അപഹസിച്ചു, പരിഹസിച്ചു. പക്ഷേ ഒരു കാര്യം കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാൻ പോയ വഴിയേ നിങ്ങൾ വന്നാൽ മതി, ക്രൂശിൻ്റെ വഴിയേ വന്നാൽ മതി. ഞാൻ പോയൊരു പാതയുണ്ട്, ആ പാത ആളുകൾ അവഹേളിക്കുന്നൊരു പാതയാണ്, ആളുകൾ പരിഹസിക്കുന്ന പാത, സകലരും വെറുക്കുന്നൊരു പാത, കൂടെ നിന്നവർ പോലും തള്ളിപ്പറയുന്നൊരു പാത, ഞാൻ സ്നേഹിച്ചവർ പോലും എന്നെ നിഷേധിക്കുന്നൊരു പാത.
ഏറ്റവും സ്നേഹിച്ചവർ പോലും എന്നെ ഒറ്റിക്കൊടുത്തൊരു പാത, ഞാൻ ഏറ്റവും സ്നേഹിച്ചവർ പോലും എന്നെ തള്ളിപ്പറഞ്ഞ പാത. നിങ്ങൾ ആ പാതയിലൂടെ വരുമോ? ദുഃഖവെള്ളിയാഴ്ച കർത്താവ് ചോദിക്കുന്നതാണ്, വരുമോ? വർഷങ്ങൾ കഴിഞ്ഞു പോകും, ദുഃഖവെള്ളിയാഴ്ചകൾ വീണ്ടും വീണ്ടും വരും. നമ്മുടെ സ്ഥിതി എന്താണ്? നാം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൻ്റെ കൂടെയാണോ? യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നതിൻ്റെ കൂടെയാണോ? എന്താണ് ഈ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ? കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് വരുന്ന പരിഹാസങ്ങളും അവഹേളനങ്ങളും അതെൻ്റെ അവകാശമാണ്, എൻ്റെ പദവിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇന്നുള്ള ക്രൈസ്തവ ലോകത്തിലിരിക്കുന്ന ഒരു വലിയ അപകടം അതാണ്. പ്രതിസന്ധികൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു, വീട്ടിൽ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, അത് താങ്ങാൻ വയ്യാത്ത വിപത്തുകൾ വരുന്നു, മക്കൾ കർത്താവിൻ്റെ വേലയിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയെ പരിഹസിച്ച് മാറി നിൽക്കുന്നു, ആരും കൂടെ ഇല്ല എന്ന് വരുമ്പോൾ നാം തളരുകയല്ല വേണ്ടത്. ഞാൻ ശരിയായ പാതയിൽ കൂടിയാണ് പോകുന്നതെന്ന്, ഞാൻ ശരിയായ വഴിയിൽ കൂടിയാണ്, കുരിശിൻ്റെ പാതയിൽ കൂടിയാണ് പോകുന്നത്. കുരിശിൻ്റെ പാത. ദൈവത്തിന് സ്തോത്രം. ദുഃഖവെള്ളിയാഴ്ച നൽകുന്ന സന്ദേശം അതാണ്, കുരിശിൻ്റെ പാതയിൽ കൂടി പോകുക എന്ന്. ക്രൂശിൻ്റെ പാത, ക്രൂശിതൻ്റെ പിന്നാലെ പോകുക, കുരിശിൻ്റെ പാതയിൽ കൂടി പോകുക. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ വർഷവും ദുഃഖവെള്ളിയാഴ്ച നാം കടന്നു പോവുകയാണ്. ഉണ്ട്, നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ആരാധനകളുണ്ട്, പ്രത്യേക പ്രാർത്ഥനകളുണ്ട്, നമസ്കാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ശുശ്രൂഷകളുണ്ട്. പക്ഷേ നാം വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ദുഃഖവെള്ളിയാഴ്ച എന്നതിൻ്റെ ആത്മീയ മൂല്യം അനുഭവിച്ചുവോ? ദുഃഖവെള്ളിയാഴ്ച എന്നതിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായ അനുഗ്രഹ സന്ദേശം നാം കേട്ടുവോ? പരിശുദ്ധാത്മാവ് തരുന്നതായ അനുഗ്രഹത്തിൻ്റെ പങ്കാളികളായി നാം തീർന്നുവോ? നാം ചിന്തിക്കണം. ഈ ദിവസം, ഇന്നത്തെ ദുഃഖവെള്ളിയാഴ്ച, ഇന്നേ ദിവസം എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിലേക്കും പരമമായി സൗഭാഗ്യം ലഭിച്ച ദിവസം എനിക്ക് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്ന ദിവസം, എന്തൊരു മഹാഭാഗ്യ ദിനം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമോ? ഗുഡ് ഫ്രൈഡേ. നമുക്ക് വേദപുസ്തകത്തിൽ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 64-ാമത്തെ വാക്യം വായിക്കാം. യേശു അവനോട്, ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നുവെന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യനെന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. മരണയോഗ്യൻ, കൊല്ലേണ്ടതാണ്, വധിക്കേണ്ടതാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി. അപ്പോൾ അവർ യേശുവിൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. യേശുവിനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആര് എന്നൊന്ന് പ്രവചിക്കൂ. നിന്നെ പ്രവാചനല്ലേ, വലിയ പ്രവാചനല്ലേ, കേൾക്കട്ടെ, നിൻ്റെ പ്രവചനം ഒന്ന് കേൾക്കട്ടെ. തല്ലിയ ആളുടെ പേരൊന്ന് പറ, ആരാ നിന്നെ തല്ലിയതെന്ന് പറ. കഠിനമായ വേദന ഏറ്റുകൊണ്ടിരിക്കുകയാണ്. മുൾമുടി തലയിൽ വെച്ച് അടിച്ചതുകൊണ്ട് ആ തല മുഴുവനും ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുഖത്തേക്ക് തുപ്പി. എത്രയോ ജനം, എല്ലാവരും കാണുകയും മുഖത്തേക്ക് തുപ്പി. സ്തോത്രം. കർണത്തേക്ക് അടിച്ചു. ചോദിച്ചു, ആരാ നിന്നെ തലയെന്ന് പറയൂ, കേൾക്കട്ടെ, നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ നോക്കട്ടെ. പരിഹസിക്കുന്നതിൻ്റെ പരമാവധി പരിഹസിക്കുകയാണ്. ബാക്കി ശ്രദ്ധിക്കുക. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാര്? ദുഃഖവെള്ളിയാഴ്ച ദിവസത്തെ മനോപ്രധാനമായ ഒരു ചിന്ത അതാണ്. നിന്നെ തല്ലിയതാര്? ലോകം പരിഹസിക്കുന്നു, ലോകം വെറുക്കുന്നു, ദൈവമക്കളെ ലോകം പുച്ഛിക്കുന്നു, യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരെ ലോകം അപമാനിക്കുന്നു. ആർക്കും യേശുക്രിസ്തുവിൻ്റെ കൂടെ പോകുക എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു സന്തോഷവും ഇല്ലെന്ന് മാത്രമല്ല, അതൃപ്തിയാണ് പലർക്കും. എന്തോ വിട്ടിത്തം പറ്റി പോകുന്നു, ബോധമില്ലാതെ പോകുന്നു, വിവരക്കേടാണ്. ഇത് അന്തസ്സായിട്ട് ജീവിക്കേണ്ട സമയത്ത് ഈ യേശുവിൻ്റെ വാക്കും പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്തൊരു ബുദ്ധികേടാണ്, എന്തൊരു അബദ്ധമാണ് ഈ കാണിക്കുന്നതൊക്കെ ചിന്തിക്കും ചിലർ.
നമ്മളോട് സ്നേഹമുള്ളവരും ചിന്തിക്കും, ചെയ്യോ ഇത്രയും വലിയ യാതന കേൾക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയും വലിയ അപമാനം കേൾക്കേണ്ട കാര്യമുണ്ടോ, അത് നമുക്ക് മാന്മര്യാദയിൽ ജീവിച്ച് പോയാൽ മതിയല്ലോ. പാവം കൂടെ ഒക്കെ ജീവിക്കുക, വലിയ തെറ്റൊന്നും വരാതെ ജീവിക്കുക. പിന്നെ മാനസികമായ വീക്ക്നെസ്, ഹ്യൂമൻ വീക്ക്നെസ്, മാനസികമായ ബലഹീനതയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ജീവിക്കാമെന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇത്രയും അപമാനം സഹിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഇത്രയും നിന്നയേൽക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂടെ ഉള്ളവർ പോലും അങ്ങനെയൊക്കെ ചിന്തിക്കും, ഇത്രയ്ക്ക് വേണമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാര്? ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരെല്ലാമാണ് തല്ലിയത്? യേശുക്രിസ്തു തല്ലിയത് ആരെല്ലാമാണ്? ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാര്? നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാര്? ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 48, 49, 50 വാക്യങ്ങൾ വായിക്കാം. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു. അവനെ പിടിച്ചുകൊള്ളുവിനെന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു, റബി വന്ദനമെന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാര്? ഒന്നാമത് ക്രിസ്തുവിനെ തല്ലിയത് സ്വന്തം ശിഷ്യൻ തന്നെയാണ്. ഇസ്കരിയോത്ത് യൂദായാണ് തല്ലിയത്. യൂദാ കൈകൊണ്ട് തല്ലിയില്ല, പക്ഷേ തല്ലുന്നതിന് കാരണക്കാരനായി തീർന്നു. അത് ചിന്തിക്കണം. ക്രിസ്തുവിനെ തല്ലുന്നതിന് എനിക്ക് പങ്കുണ്ടോ? ക്രിസ്തുവിനെ തല്ലിയതിന് എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ക്രിസ്തുവിനെ തല്ലിയ ആ ഒരു ബോധ്യം എനിക്കുണ്ടോ? ക്രിസ്തുവിനെ തല്ലുക, ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ചേർന്ന് വന്ന് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ അനുഭവിക്കുകയും കൃപയുടെ വചനം കേൾക്കുകയും ചെയ്ത ചിലരെല്ലാം കൂട്ടായ്മ വിട്ട് പോവുകയും പിന്നെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞ് നമ്മെ അവമാനിക്കാൻ ശ്രമിക്കുന്നു, അവഹേളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിനെ തല്ലുകയാണ് ചെയ്തത്. അവരറിയുന്നില്ല. ക്രിസ്തുവിനെ തല്ലിയതാര്? യൂദാസ് ഇസ്കരിയോത്ത തല്ലി. ഒറ്റിക്കൊടുത്തവൻ യൂദാസ് ഇസ്കരിയോത്ത തല്ലി. അവൻ ചുംബിച്ചേ ഉള്ളൂ, അവൻ തല്ലിയില്ല. പക്ഷേ ഇസ്കരിയോത്ത യൂദാണ് ക്രിസ്തുവിനെ തല്ലിയത്. ഒരു നിമിഷം ചിന്തിക്കൂ, ഞാൻ യേശുവിനെ തല്ലുന്നതിന് പങ്കാളിയാണോ? യേശുവിനെ ഞാൻ എവിടെയെങ്കിലും ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? യേശു നാമം ഉച്ചരിക്കാൻ ഞാൻ നാണിച്ചിട്ട് പോയിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വചനം എടുത്തുകൊണ്ട് പോകാൻ എനിക്ക് നാണം വന്നിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വചനം പ്രസ്താവിക്കാൻ നാണം വന്നിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ വേലക്കാരനാണ് എന്നുള്ളതിൽ എനിക്ക് അപമാനം തോന്നിയിട്ടുണ്ടോ? ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുത്തവരാണോ? യേശുവിനെ ഒറ്റിക്കൊടുക്കുക. നാം ചിന്തിക്കണം. എനിക്ക് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നുള്ളതൊരു മോശമായി തോന്നിയിട്ടുണ്ടോ? ഞാനും ഈ കൂട്ടായ്മയിലുണ്ട് എന്ന് വരുന്നത് ഒരു അപമാനമായി തോന്നിയിട്ടുണ്ടോ? രഹസ്യമായിട്ട് കൂട്ടായ്മയിൽ വരാം, പ്രാർത്ഥനയെ സംബന്ധിക്കാം, താല്പര്യമുണ്ട്, അറിയാം, നല്ലതാണെന്നറിയാം. പക്ഷേ പരസ്യമായി ഞാനും ഈ കൂട്ടായ്മക്കാരനാണ്, ഞാനും ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളവനാണ്, ഞാൻ അതിൻ്റെ ഒന്നാം സാക്ഷിയാണ് എന്ന് പറയാൻ തക്കമുള്ളതായ ആ ഒരു മനക്കരുത്ത് കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാര്? ഒന്നാമത് തല്ലിയത് യൂദാസ് ഇസ്കരിയോത്ത. ഇസ്കരിയോത്തയ്ക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവനറിയാം യേശുവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്നറിയാം. യേശുവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്നറിയാം. യേശുവിനെ പറ്റി കൊടുത്താലും അവരൊന്ന് പിടിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുത അമാനുഷ്യ ശക്തി കൊണ്ട് യേശു അവിടെ ജയിക്കും. യൂദയ്ക്കറിയാം യേശുവിന് അമാനുഷ്യ ശക്തി ഉണ്ടെന്നറിയാം. 3 കൊല്ലം നടന്നതല്ലേ, കൂടെ നടന്നതല്ലേ, അറിയാം. അപ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് സ്വർഗീയ സേനകൾ ഒരുപക്ഷെ ഇറങ്ങി വന്ന് യേശുവിനെ രക്ഷിക്കും. അല്ലെങ്കിൽ യേശു തന്നെ അവരെ കൈ ഒന്ന് ഉയർത്തിയാൽ മതി, അപ്പോഴേക്കും അവർ താഴെ വീഴും. അങ്ങനെയുള്ള സിദ്ധിയുള്ള ഒരാളല്ലേ യേശു. അതുകൊണ്ട് ഞാൻ ഒറ്റിക്കൊടുത്താലും യേശുവിന് ദോഷമൊന്നും വരില്ല. പിന്നെ ഒറ്റിക്കൊടുത്താൽ ഒരു ഗുണം, കുറച്ച് രൂപ കയ്യിൽ വരുമല്ലോ, അത് ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. വെറുതെ എനിക്ക് സ്വന്തമായിട്ട് രൂപ വേണ്ട, ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ദൈവവേലയ്ക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ അനേകം കാര്യങ്ങളുണ്ട്. വഞ്ചപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആഹാരം വാങ്ങാനോ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ചില നല്ല മോട്ടീവ്സ്, നല്ല ഉദ്ദേശങ്ങൾ നമുക്ക് തോന്നും. സ്തോത്രം. പക്ഷേ
അവൻ്റെ ഉദ്ദേശങ്ങൾ പാളിപ്പോയി. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്താലും അവർക്ക് യേശുവിനെ കൊല്ലാനൊന്നും പറ്റുകയില്ല, തൊടാൻ പറ്റുകയില്ല. യേശു പരിശുദ്ധനാണെന്ന് പറഞ്ഞറിയാം, യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ആർക്കും പറ്റുകയില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ധൈര്യപ്പെട്ടു ഒറ്റിക്കൊടുക്കാൻ. തന്നെയല്ല, യേശുവിനെ ഒറ്റിക്കൊടുത്താൽ അവന് പ്രതിഫലം കിട്ടും. ഏതായാലും യേശു രക്ഷപ്പെട്ടുള്ളൂ, എനിക്ക് കയ്യിൽ കുറച്ച് പൈസ കിട്ടുകയും ചെയ്യും. കാരണം പണസഞ്ചി എൻ്റെ കയ്യിലാണല്ലോ, ഖജാൻജി ഞാനാണല്ലോ, ഞാനാണല്ലോ ട്രഷറർ. അതുകൊണ്ട് കുറച്ച് രൂപ കയ്യിൽ വരുന്ന നല്ലതല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എങ്ങനെയുണ്ട്? യേശുവിനെ തല്ലിയതാര്? യൂദാസ്കറിയോത്തെ തല്ലി. കാരണം വേദപുസ്തകം വായിച്ചാൽ കാണാം, 10 പ്രാവശ്യം കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. 10 പ്രാവശ്യം യൂദായ്ക്ക്. നിങ്ങളൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കും, ഒരാൾ എന്നെ തള്ളിപ്പറയും, നിങ്ങളൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നു. കർത്താവ് ആദ്യത്തെ കുർബാനയിലെ വിശുദ്ധ കുർബാന എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ, ശിശുമാർക്ക് കൊടുത്ത കൂട്ടത്തിൽ ഈ ഇസ്കറിയോത്ത് യൂദയ്ക്കും കൊടുത്തു. ആ കുർബാന കൊണ്ട ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, കൈ താരത്തിൽ മുക്കുന്നവനെ ഒറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. കുർബാന കൊടുത്തു, ആ കുർബാന സ്വീകരിച്ചു. എന്നിട്ട് ആദ്യത്തെ കുർബാന അനുഭവിച്ചിട്ട് പോകുമ്പോൾ അപ്പോഴാണ് യേശുവിനെ ഒറ്റി കൊടുക്കാനുള്ള ഗൂഢാലോചന. നോക്കൂ, കുർബാന കൊണ്ടു എന്നുള്ളത് കൊണ്ടൊന്നും ആരും രക്ഷപ്പെടുന്നില്ല. സ്തോത്രം. വിശുദ്ധ കുർബാന അനുഭവിച്ചതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. കുർബാന അനുഭവിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, തെറ്റിരിക്കല്ലേ. കുർബാന കൊണ്ടു, കുർബാന അനുഭവിച്ചു, തിരുശരീര രക്തങ്ങൾ കൈക്കൊണ്ടു എന്നുള്ളത് കൊണ്ടൊന്നും ആരും രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനുള്ളൊരു സ്നേഹം വരണം, ക്രിസ്തുവിനെ തിരിച്ചറിയണം. ക്രിസ്തു ആര്? സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പറയട്ടെ, നാം ഊമവിഗ്രഹങ്ങളെയല്ല പിന്തുടരുന്നത്, മരത്തെയും കല്ലിനെയല്ല നാം സേവിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത്. ക്രിസ്തുവിനെ സാക്ഷിക്കാൻ മടിക്കണ്ട, ക്രിസ്തുവിനെ ഉയർത്താൻ മടിക്കണ്ട, ക്രിസ്തുവിനെ നാം ഉച്ചരിക്കാൻ മടിക്കണ്ട. ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്നുള്ളതിൽ അഭിമാനിച്ചു കൊള്ളൂ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, ക്രിസ്തുവിൻ്റെ ദാസനാണെന്നുള്ളതിൽ നിങ്ങൾ അഭിമാനം കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെ പരിഹസിച്ചെന്ന് വരാം, നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ ഒരു വിലകെട്ടെന്ന് പറഞ്ഞു എന്ന് വരാം, അല്ല ചിന്തിച്ചു എന്ന് വരാം, നിങ്ങൾക്ക് മാനമോ ബഹുമതിയോ തന്നില്ല എന്ന് വരാം. പക്ഷേ ഓർത്തുകൊള്ളൂ, നിങ്ങൾ പോകുന്നത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിൻ്റെ പിന്നാലെയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന് പിന്നാലെ നിങ്ങൾ പോകുന്നു, ക്രിസ്തുവിൻ്റെ പിറകെ പോകുന്നു. ഹേ ക്രിസ്തുവേ, ഇതിനെ തല്ലിയതാര്? യൂദാസ്കറിയോത്ത് തല്ലി. മുന്നറിയിപ്പ് കിട്ടിയിട്ടും പിന്നെയും തല്ലി. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ തല്ലി? യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഒറ്റിക്കൊടുക്കാൻ വന്നപ്പോഴും ക്രിസ്തു പറയുന്നു, സ്നേഹിത, വിളി കേൾക്കൂ. എന്തൊരു നല്ല വാക്ക്! കർത്താവിന് പരിഭവമില്ല. അതെന്നറിയാം, ഒറ്റിക്കൊടുക്കുന്നറിയാം. അതുകൊണ്ടാണല്ലോ 10 പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷേ അപ്പോഴും ഒറ്റിക്കൊടുക്കാൻ വരുന്നത് കണ്ടിട്ട് യേശുവിനെ ചുംബിക്കുകയാണ്. മറ്റുള്ള നോക്കുമ്പോൾ, യൂദാക്ക് എന്തൊരു സ്നേഹം കർത്താവിനോട്! പത്രോസിനും യോഹന്നാനും യാക്കോബിനും അന്ത്രയോസിനും ഒന്നുമില്ലാത്ത സ്നേഹം, എന്തൊരു സ്നേഹം തോന്നാം. പക്ഷേ അവൻ ചുംബിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അല്പം കടുപ്പിച്ച് പറയട്ടെ, ഇന്ന് ക്രൈസ്തവ സഭയിലെ അനേകരും ഇന്ന് ക്രിസ്തുവിനെ ചുംബിക്കുന്നുണ്ട്, കുർബാനയെ മാനിക്കുന്നുണ്ട്, ആരാധനയെ മാനിക്കുന്നുണ്ട്. ജഡത്തിലാണ് അത് നിങ്ങൾ മാനിക്കുന്നെങ്കിലും ഉണ്ട്, ഒരു മാനമുണ്ട്. പള്ളിയെ മാനിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയാണ് എന്നറിയുന്നില്ല. സാക്ഷാൽ ക്രിസ്തു ആരാണെന്ന് അറിയുന്നില്ല. ക്രിസ്തു എന്തിനു വേണ്ടി വന്നെന്നറിയുന്നില്ല. എന്തിനു വേണ്ടി ക്രിസ്തു പ്രവർത്തിക്കുന്നറിയുന്നില്ല. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് കൂടെ നാം ആകരുത്, ഒരിക്കലും ആയി പോകരുത്. നാം കൂട്ടായ്മയെ തള്ളി പറയരുത്, കൂട്ടായ്മയിൽ ദൈവവചനത്തെ നാം പുച്ഛിച്ച് കളയരുത്, ഒരിക്കലും പാടില്ല. കൂട്ടായ്മയിൽ കിട്ടുന്ന ദൈവത്തിൻ്റെ വചനത്തെ പുച്ഛിക്കരുത്, അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയുടെ കണക്കൂട്ടലുകളിൽ നാം പെട്ടുപോകരുത്. സാരമില്ല, രക്ഷപ്പെട്ടുകൊള്ളും, കുറച്ച് രൂപ കിട്ടുമല്ലോ എന്നുള്ള ആ ധാരണയെല്ലാം വെറും ജഡീകമായ ധാരണകളാണ്. അത് ദൈവമക്കൾക്ക് ചേർന്ന ചിന്തകളില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ നല്ല നേരെയുള്ള വഴിയിൽ കൂടെ നിങ്ങൾ നീങ്ങണം. നേരെ വളരെ കൃത്യമായിട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചിന്താഗതികളെയും മാറ്റിവെക്കുക. ഞാൻ ആര്? ഞാൻ യേശുവിൻ്റെ സാക്ഷി. ഞാൻ ആര്? എൻ്റെ വില എന്ത്? ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാക്ഷി. എൻ്റെ മൂല്യം എന്തിൻ്റെ വില എന്ത്? സ്വർഗത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഭൂമിയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ.
ഞാൻ ആര്? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അംബാസഡറായി ഇവിടെ നിൽക്കുന്നു, സ്വർഗത്തിൻ്റെ അംബാസഡറായി നിൽക്കുന്നു. സ്വർഗത്തിൻ്റെ അംബാസഡറായി ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നു. എൻ്റെ നിയമനം സ്വർഗത്തിലാണ്. എൻ്റെ നിയമന ഓർഡർ സ്വർഗത്തിൽ നിന്നാണ്. സ്തോത്രം. ആരും തലയെ കൈവച്ച് നിയമിച്ചതല്ല, ആരും വാഴിച്ചതല്ല. എൻ്റെ നിയമനം സ്വർഗത്തിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. സെമിനാരി പഠനം കിട്ടിയതുകൊണ്ടല്ല ഞാൻ ഈ നിലയിലായത്. സ്തോത്രം. നിങ്ങൾക്ക് നല്ല ഉറപ്പ് വേണം. എന്നെ മാനിച്ചത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ് മാനിച്ചത്. എന്നെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്നെ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ വലിയ വാത്സല്യമാണ്. ഞാൻ ആരാണ്? ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാക്ഷിയാണ്, നിത്യനായ ദൈവത്തിൻ്റെ സാക്ഷിയാണ്, നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ സാമ്രാജ്യത്തിൻ്റെ സാക്ഷിയാണ്. എനിക്കത് ലജ്ജയില്ല എന്ന് മാത്രമല്ല, ഞാനതിൽ സന്തോഷിക്കുന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാനതിൽ സന്തോഷിക്കുന്നു. ആളുകൾ പരിഹസിക്കുമ്പോൾ, ആളുകൾ നിന്ദിക്കുമ്പോൾ, കുടുംബത്തിൽ എതിർപ്പ് വരുമ്പോൾ, ഭർത്താവ് നീ യോഗത്തിന് പോകണ്ട എന്ന് പറഞ്ഞ് തടയുമ്പോൾ, മക്കളെല്ലാവരും നീ വചനം കേൾക്കാതിരിക്കുമ്പോൾ അവർ ഒന്ന് ധൈര്യത്തോടെ TV ഓഫ് ചെയ്തിട്ട് അവരുടെ സിനിമ വയ്ക്കുമ്പോൾ, അപ്പോഴെല്ലാം നീ മനസ്സിൽ ഓർത്തുകൊള്ളണം, ഞാൻ ക്രിസ്തുവിന് സാക്ഷിയാണ്. മക്കൾ വെറുത്താലും ഭർത്താവ് വെറുത്താലും അല്ല, ഭാര്യ അറപ്പോടെ കണ്ടാലും എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാണ് ഞാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾക്ക് വളരാൻ, നിങ്ങൾക്ക് ഉയരാൻ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നേടാം, സ്വർഗീയ അനുഗ്രഹങ്ങൾ നേടാം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ കർത്താവേ, നിന്നെ തല്ലുവാൻ ഒരിക്കലും എനിക്കിടയാകരുതേ. കർത്താവേ, നിന്നെ ഒരു കരത്തിലും വേദനിപ്പിക്കാൻ ഇടയാകരുതേ. നാഥാ, നിന്നെ അവമാനിക്കേണ്ട വരരുതേ. എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഒരു ചിന്താഗതി കൊണ്ട് യേശുവിന് അവമാനം വരാനിടയാകല്ലേ, യേശുവിന് ദോഷം വരാനിട വരല്ലേ, യേശുവിന് നാം അവമാനിക്കപ്പെടേണ്ട വരല്ലേ. ആളുകൾ ഇങ്ങനെയുള്ളവനാണോ യേശുവിൻ്റെ പിറകെ പോകുന്നത് ചോദിക്കാൻ ഇടവരല്ലേ. എൻ്റെ കർത്താവേ, ഞാൻ യേശുവേ നിൻ്റെ പ്രതിരൂപമായി, നിൻ്റെ പ്രതിബിംബമായി, നിൻ്റെ പ്രതീകമായി ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കും. നീ തരുന്ന ആയുസ് യേശുവിൻ്റെ ഒരു പ്രതിനിധിയായി ഞാൻ ജീവിക്കും. യേശുവിൻ്റെ ഒരു പ്രതിരൂപമായി ഇത് ജീവിക്കും. യേശുവിൻ്റെ പ്രതിരൂപമായി, യേശുവിൻ്റെ അതേ ഇമേജായി, യേശുവിൻ്റെ അതേ ഛായയോടുകൂടി, യേശുവിൻ്റെ അതേ സ്വഭാവത്തോടുകൂടി ഞാൻ ജീവിക്കും. ഏതെല്ലാം പീഡകൾ വന്നാലും എല്ലാം നിസ്സാരം എണ്ണിക്കൊണ്ട് ഞാൻ യേശുവിൻ്റെ പിറകെ പോകും. കുരിശിനും ചുമന്നുകൊണ്ട് ഞാൻ പോകും. എനിക്കുള്ള കുരിശ് ഞാൻ തന്നെ ചുമക്കും. കർത്താവേ, യേശു കുരിശ് ചുമന്നുകൊണ്ട് പോയ അതേ പാതയിൽ കൂടി അതേ കാലടിപ്പാടുകളെ പിന്തുടർന്ന് യേശു ചുമന്നതുപോലെ ഞാനും എൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് ഞാനും ഇതാ വരുന്നു. നാഥാ, എന്നെ നീ കൈക്കൊള്ളണമേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എൻ്റെ സമർപ്പണത്തെ നീ പൂർണ്ണമാക്കി തരണമേ, സമർപ്പണത്തെ നീ അർത്ഥവത്താക്കി തരണമേ, അനുഗ്രഹം പകരണമേ. യേശുവേ, നീ എൻ്റെ കരുണ തോന്നണമേ. നമുക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയം തന്നതിനായി സ്തോത്രം. അവിടുന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. ഈ അത്ഭുത സ്നേഹം ഞങ്ങൾ കാണാൻ ഭാഗ്യം തന്നതിനായി സ്തോത്രം. ക്രൂസിലെ സ്നേഹത്തിന് സാക്ഷികളാകാൻ ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. അടുത്ത രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറഞ്ഞു വരുമ്പോൾ ആ കൂടെ ചേരാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് പറഞ്ഞു വിടണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം.